ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് ആ പരിപാടി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനമാണ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ദോശയും ഐസ്ക്രീമും വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ സാധാരണ ദോശയുടെ വെറൈറ്റിയൊക്കെ കിട്ടുന്ന ദോശ കമ്പനിയിലേക്ക് തന്നെയാണ് ഇന്നും പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ നമ്മുടെ ചങ്ക് മച്ചാനായ സഞ്ജു ബ്രോയും ഉണ്ട്. അപ്പോൾ സഞ്ജു ബ്രോ ഇപ്പോൾ വിളിച്ചായിരുന്നു എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ കൂടെ പോയി ആ ഒരു ദോശ വിത്ത് ഐസ്ക്രീം കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളൊരു അടിപൊളി ഡിഷ് കഴിക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീമും ദോശയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഐസ്ക്രീം ദോശ. യെസ്, അപ്പോൾ വളരെ വെറൈറ്റി ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് ദോശ കമ്പനിയിലേക്കാണ്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ആ ദോശ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഐസ്ക്രീം ദോശ എന്ന് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേട്ടോണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. അപ്പോൾ എന്തായാലും ഒന്ന് കഴിക്കണമെന്ന് തോന്നി. എന്റെ പൊന്നായി, ഞാൻ സത്യമായിട്ട് കേട്ടില്ല. ഇവന്റെ ഐഡിയ ആണ്, ദൈവത്തിന് അറിയാൻ കൊള്ളാമില്ല ഇത്. പക്ഷെ കേട്ടപ്പോ ഒരു ഐസ്ക്രീം ദോശ സംതിങ് ഡിഫറെന്റ് കാര്യം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നേരെ ചാടി പിടിച്ച് ഞാനും അവനും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കഴിച്ചിട്ട് വാങ്ങി പറയാൻ കൊള്ളാമില്ല എന്നൊക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐസ്ക്രീം ദോശ നമ്മുടെ ടേബിളിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ സഞ്ജുവായിട്ടത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. സത്യം മാത്രം പറയും. ഐസ്ക്രീം ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ തെണ്ടിയുണ്ടല്ലോ, ഇവൻ കഴിച്ചത് പകുതിയായെന്ന് തോന്നുന്നു. നേരത്തെ ചാടി കയറി കഴിക്കാൻ പറയും. അടിപൊളിയായിട്ടാ ഗൈസ്. എന്തായാലും ഞാനൊരു ചെറിയ പീസ് വയലോട്ട് വെച്ചപ്പോൾ തന്നെ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല ഇപ്പോൾ വലിയ പീസ് കഴിച്ചു. അടിപൊളി സാധനം, വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ മെനക്കേടാണെങ്കിൽ ഒന്നുമില്ല, നേരെ ദോശ കമ്പനിയിലോട്ട് വന്നിച്ചാൽ മതി. ഇവിടെ ഐസ്ക്രീം ദോശ വേണമെന്ന് പറഞ്ഞാൽ മതി. ഗൈസ്, അപ്പം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് ഞാൻ കേട്ടപ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ആ ഒരു ആവേശം എനിക്ക് തോന്നിയത്. അതാ ഓക്കെ. പക്ഷെ എന്നാലും എനിക്ക് കേട്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി. അപ്പോൾ എന്തായാലും കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ദോശ കമ്പനിയിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 51 ദോശയാണെങ്കിൽ ഇപ്പോൾ എത്രയായി? 52ആയി. അപ്പോൾ ഇനി നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടായിരിക്കും. ജ്യൂസും ദോശയും കൂടെ. ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് വരിക, വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ആസ്വദിക്കുക. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ വേണ്ട നൈസായിട്ടൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.